ഹായ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പ്രാഞ്ചിയേട്ടനാണ്, സ്ത്രീലമ്പടനാണ്, ഡബിൾ മീനിങ്ങിൻ്റെ ആളാണ്. സോഷ്യൽ മീഡിയകളിൽ നെഗറ്റീവ് കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയുള്ള ഒരു പ്രമുഖനാണ്. അദ്ദേഹം ഇൻഫ്ലുവൻസറാണ്, ഒരു സോഷ്യൽ മീഡിയ താരം തന്നെയാണ് അദ്ദേഹം. മറ്റാരുമല്ല, ബോബി ചെമ്മണ്ണൂർ, നമ്മൾ ബോച്ച എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ കോച്ച് ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത് അദ്ദേഹത്തോട് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ. ഒരു ജീവിത മാർഗത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ച് ടീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ച് ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിപ്പോൾ ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന ഫണ്ട് അബ്രഹീമിന് ഷോർട്ട് വരികയാണ്. ഇപ്പോൾ 1 കോടി ഞാൻ കൊടുത്തതിന് പുറമെ എൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ബോച്ചേരിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ബോച്ചേരി. അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ സമ്മാനവും 15,000 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ സംവിധാനം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല. നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു. ഇത് വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഇതിന് ഫണ്ട് കൊടുക്കരുത്, ഓൾറെഡി അത്രയും മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി. വീണ്ടും ഇന്നേക്ക് വളരെ കോൺഫിഡൻ്റ് ആയി. എല്ലാവരോടും അബ്ദുറഹീമിൻ്റെ മോചനം 24 കോടി രൂപ കടപ്പണിയായിട്ട് അതൊരു ചാലഞ്ചായിട്ട് തന്നെ സൗദിയിലെ റിയാദിൽ സന്നദ്ധ സംഘടന എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനകളെയും ഒരുമിച്ചുകൊണ്ട് മുന്നേറ്റമുണ്ടായി. അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അത് എല്ലാ മലയാളികളും ഏറ്റെടുക്കുകയും ഭേദമല്ല ഓരോരുത്തരും അത് ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ തന്നെ അനുകമ്പയുടെ ഒരു ഉദാഹരണമായി മാറി. അതായത് അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ മാറ്റിയല്ല. പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. എന്നത് ഇതിനൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേരും സംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, മത നേതാക്കന്മാരും അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ഭാഗം തയ്യാറായി. ഈ സന്ദർഭത്തിൽ ബാക്കിയോട് വേങ്ങാടും അതുപോലെ ടെക്നിക്കലായിട്ടുള്ളതിൻ്റെ സഹായങ്ങൾക്ക് നൽകിയത് സമീറാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇതിനെ ജനകീയമാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രഖ്യാപനം സാധിച്ചു. അദ്ദേഹം കേരളം മുഴുവൻ ഇതിനുവേണ്ടി ആഹ്വാനം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഓൺലൈനായും ഓഫ്ലൈനായും ഇതിനൊക്കെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തോടെയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ പ്രവർത്തനങ്ങൾ സാധിച്ചത് പ്രത്യേകിച്ച് ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഇതാണ് എല്ലാവരുടെയും കണ്ണു തുറക്കുന്ന, മനസ്സ് സമാധാനിപ്പിക്കുന്ന, കണ്ണു നിറക്കുന്ന ഒരു സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിൻ്റെ. ഈ ലക്ഷ്യം വേൾഡിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയസിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിലൊക്കെ ഓർഗനൈസ് ചെയ്ത് നടത്തിയ ഇടപെട്ട് യാതൊരു
ബോച്ചെ അതെ അത് വളരെയധികം അതിനെ സംഖ്യ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ എന്ത് നല്ല അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഭിക്ഷയാചിച്ചാണ് ആദ്യമേ ഇറങ്ങിയത്. കേരളീയർ ഒരുപാട് പേർ, മനസാക്ഷി ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ച് അബ്ദുൾ റഹീം എന്ന ആ ചെറുപ്പക്കാരനെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം കാത്തു കഴിയുന്ന അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തോട് തിരിച്ചെത്തിക്കാൻ വേണ്ടി ബ്ലഡ് മണി കൊടുക്കാൻ ഭിക്ഷയച്ചിറങ്ങിയ ബോബി ചെമ്മണ്ണൂറിന് നമ്മളിതിൽ കൂടുതൽ എന്താ വിശേഷിപ്പിക്കുക? അദ്ദേഹം ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്ത തന്നെ പബ്ലിക്കാകുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിലൂടെ എത്തുന്നത് ഗവൺമെൻറ് സംവിധാനങ്ങൾ വരെ അറിഞ്ഞോന്നറിയില്ല. എന്തായാലും ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാവുന്ന മുകളിലാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തു വെച്ചിരിക്കുന്നത്. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മയുടെ വാക്കുകൾ നോക്കാം. അതന്നെ ഞങ്ങളൊക്കെ സംഘടിപ്പിച്ച് ആക്കി എൻ്റെ മോനങ്ങളെല്ലാവരും കൂടി മോചിപ്പിച്ച് ഇത്തിരി പെട്ടെന്ന് നാട്ടിൽ വന്നേ കാണാനുള്ള വിധം അല്ലാതെ കഷ്ടം. ഞങ്ങളൊക്കെ സൗഹാർദ്ദം കൊണ്ട് തന്നെയല്ലേ എൻ്റെ കുട്ടി വരാനായി കിട്ടിയതും ഇത്ര ഉറുപ്പി അവിടെ എത്തിക്കാൻ കഴിഞ്ഞതും. അതിനുള്ള എല്ലാവരോടും നന്ദി. എല്ലാ മനുഷ്യരും കൂടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എല്ലാവരോടും ഞങ്ങൾക്ക് പാടെ കൂടിയതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിയെ കഴിച്ചിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ കുട്ടി അവിടെ തന്നെ കൂടി നിൽക്കേണ്ടി വരില്ല. ഞാൻ എന്തില്ല അള്ളാഹിനെ ശുക്ർ ചെയ്യാം. സന്തോഷമായി മാഷാഅല്ലാഹ് പറയും. എൻ്റെ സന്തോഷം തന്നെ. എൻ്റെ കുട്ടി കഴിച്ചില്ലെങ്കിൽ എല്ലാവരും കഴിച്ചിലാക്കി തന്നൊരു സന്തോഷം. ഇവിടെ പ്രവാസികളൊക്കെ ഒരുപാട് പണം തന്ന് സഹായിച്ചു. അവരോട് എന്താണ് പറയാനുള്ളത്? ഓരോടും സന്തോഷം തന്നെ. അവരൊക്കെ സഹായിച്ചതിനോ വെള്ളം സഹായിച്ചതിനൊക്കെ തിരിച്ചു കൊടുക്കാൻ അവർക്കൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. ഓർക്കും വെള്ളവർക്കും ഒക്കെ എല്ലാ മനുഷ്യരും എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സന്തോഷം പറയാം. അസ്സലാമു അലൈക്കും എന്ന് പറയാം. വലിയ സന്തോഷമാണ് ഉമ്മ പങ്കുവെക്കുന്നത്. തൻ്റെ മകനെ കാണാനാകുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്നാൽ എല്ലാ മനുഷ്യരുടെയും പ്രയത്ന ഫലമായിട്ട് ഇപ്പോൾ ഈ ഉമ്മയുടെ വാക്കുകൾ എല്ലാ മലയാളികളും നെഞ്ചിലേറ്റി ഉമ്മയെ സ്വന്തം ഉമ്മയായിട്ട് കണ്ട് ഈ മകനെ തിരിച്ചു കൊണ്ടുവരാൻ ഏവരും കൈയഴിഞ്ഞ് സഹായിച്ച് 34 കോടി രൂപ സംതിങ്, അതിന് മുകളിലോട്ട് ലക്ഷങ്ങൾ വീണ്ടും ഉണ്ട്. എങ്കിലും താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഫണ്ട് വീണ്ടും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി പിരിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് ഒരു ജോലിയും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കട തുടങ്ങാനുള്ള സംവിധാനവും ബോബി ചെമ്മണ്ണൂർ ചെയ്തു കൊടുക്കും. ഇതിലുപരി നമ്മളെന്താണ് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയാനുള്ളത്? ബിഗ് സല്യൂട്ട്.